അപ്പോൾ ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആനലീസ ഡയറീസ്. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കണ്ട പോലെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റിന്റെ ഒരു അടിപൊളി വ്ളോഗാണ്. അപ്പം വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ പുതിയ വണ്ടി പിക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുകയാണെങ്കിൽ, സുബി ഡെയിലി ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 20 kilometers പ്ലസ് അപ്പ് ആൻഡ് ഡൗൺ കമ്മ്യൂട്ട് ചെയ്യുന്നതാണ് വർക്കിന് വേണ്ടിയിട്ട്. ആൻഡ് ഹിസ് വണ്ടി ഈസ് ക്വൈറ്റ് ഓൾഡ്. അത് അതിൻ്റെതായ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ചിന്തിക്കുന്നു പുതിയൊരു വണ്ടി എടുക്കണം, ഇറ്റ്സ് വെരി നെസസറി എന്നുള്ള സാധനം. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ആക്ച്വലി പപ്പ ഹാസ് ബീൻ ടെല്ലിങ് സുബി ടു ഗെറ്റ് എ പുതിയ വണ്ടി സിൻസ് സം ടൈം നോ. അങ്ങനെ ഫൈനലി കുറേ ബാക്ക്ഗ്രൗണ്ട് റിസർച്ചും കുറേ കുറേ തപ്പലും, ഏത് വണ്ടി വേണം, ഏത് വണ്ടി വേണ്ട, അത് വേണോ, ഇത് വേണോ, അങ്ങനെ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷം ഫൈനലി നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇന്ന് അതിൻ്റെ കൺക്ലൂഷൻ്റെ ഒരു ഭാഗം. സോ ഇന്ന് നമ്മൾ വണ്ടി എടുക്കാൻ പോകല്ല, നമ്മൾ വണ്ടി ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ വ്ളോഗാണ് ഗൈസ്. അല്ല, ബുക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ അല്ല, ഇന്നിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ പോവുക. ഇന്ന് വ്ളോഗിൽ നമ്മളെല്ലാം ബുക്ക് ചെയ്യുന്നത് വണ്ടി കിട്ടും നോക്കേണ്ടത്. എനിവേസ്, ഇപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി ബുക്ക് ചെയ്യാൻ പോവാണ്. സോ ഐ തിങ്ക് ഏതാ വണ്ടി, എന്താ വണ്ടി എന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ വഴിയേ പറഞ്ഞുതരാം. സോ ജോയിൻ അസ് ഇൻ ബ്രിങ്ങിങ് അവർ ന്യൂ വണ്ടി ഹോം. അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേ ആണ് ഗൈസ്, വണ്ടി ബുക്ക് ചെയ്യാൻ പോകാനായിട്ട്. അപ്പം പപ്പയും മമ്മിയും ഞാനും അപ്പവും കൂടെയാണ് പോയത്. സുബി നമ്മുടെ കൂടെ വന്നില്ല. സുബി കുറച്ച് കാര്യങ്ങളായിട്ട് ബിസിയായി പോയതുകൊണ്ട് തന്നെ സുബിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടി ബുക്ക് ചെയ്യാൻ ഓൺ ദ വേ ആണ്. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാന്ന്. യെസ്, വി ആർ അറ്റ് ഈതർ. അപ്പം വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആലോചിക്കുമ്പോഴും ചിന്തിച്ചപ്പോഴും പ്ലാനിങ് ഒക്കെ ചെയ്തപ്പോഴും റിസർച്ച് ചെയ്തപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്തു ഒരു ഇലക്ട്രിക് വണ്ടി എന്തുകൊണ്ടും അറ്റ് ദിസ് ടൈം ഓഫ് ഫ്യൂവൽ പ്രൈസിങ് ആൻഡ് ബാംഗ്ലൂർ ട്രാഫിക് ഒരു ഇലക്ട്രിക് വണ്ടി എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കുന്നത്. അപ്പം അങ്ങനെ വി ഡിസൈഡഡ് ടു ഗോ ഫോർ ദി ഇലക്ട്രിക് ബൈക്ക് ദിസ് ടൈം. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ദേ വർ പീപ്പിൾ ടു അസിസ്റ്റ് us, ടു ഹെൽപ്പ് us. അങ്ങനെ അപ്പവും പപ്പയായിരുന്നു കൂടുതലും ദേ വർ ലുക്കിംഗ് അറ്റ്, കാരണം അവർക്കാണല്ലോ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാർ. സോ ദേ വർ ലുക്കിംഗ് അറ്റ് ദി ഡിഫറെൻറ്റ് മോഡൽസ് ആൻഡ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പപ്പ അങ്ങനെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. ഐ തിങ്ക് ഇപ്പം എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നമ്മളൊരു വണ്ടി എടുക്കുന്നതിന് മുന്നേ അത് ഓടിച്ച് നോക്കി നമുക്കത് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നും നമ്മുടെ റിക്വയർമെൻറ്റ്സ് മാച്ച് ആവുന്നുണ്ടോ എന്നും ഒക്കെ നോക്കുന്നൊരു ഐ തിങ്ക് ഒരു ഗുഡ് ഫേസ്, സോ ദാറ്റ് വി ആർ പ്രിപ്പയർഡ് ആൻഡ് വി ആർ നോട്ട് അൺഅവെയർ ആയിട്ടല്ല നമ്മൾ ഈ ഒരു സാധനത്തിലോട്ട് ചെല്ലുന്നത്. അങ്ങനെ പപ്പയും അപ്പവും രണ്ടുപേരും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. ടെസ്റ്റ് ഡ്രൈവും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പേപ്പർ വർക്ക്സിലോട്ട് മൂവ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതാ കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ട് അല്ല, കുറച്ചൊരു ലെങ്തി പാർട്ട്, അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പാർട്ട്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ആൻഡ് വി വർ ലിസ്ണിംഗ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ഇറ്റ്. ദെൻ കുറേ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എനിവേസ്, വൺ ബൈ വൺ ആയിട്ട് അവരെല്ലാം പറഞ്ഞുതരും. നമ്മളതൊക്കെ കേട്ട് മനസ്സിലാക്കി നമുക്കുള്ള ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്ത് ഫൈനലി ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് നമ്മൾ നമ്മുടെ വണ്ടി ബുക്ക് ചെയ്തു.
അങ്ങനെ നമ്മുടെ വണ്ടി ഡെലിവറി കിട്ടുന്ന ദിവസമായി ഗൈസ്. അപ്പം ബുക്ക് ചെയ്യാൻ പോയത് പപ്പയും മമ്മയും അപ്പവും ഞാനാണെങ്കിൽ വണ്ടി പിക്ക് ചെയ്യാൻ പോയത് സുബിയും അപ്പവും ഞാനുമാണ്. അന്ന് സുബി അവൈലബിൾ ആയിരുന്നു എന്നല്ല, അവൈലബിൾ ആവണമായിരുന്നു പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വി വെന്റ് ടു ദ പ്ലേസ്. അവിടെ നമ്മുടെ വണ്ടി ഓൾറെഡി റെഡി ആയിരിപ്പുണ്ടായിരുന്നു. ആൻഡ് പുള്ളി വന്നിട്ട് നമ്മളോട് വണ്ടിയുടെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഡീറ്റെയിലിംഗ് ഉണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ ഇങ്ങനെ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഐ തിങ്ക് നമുക്ക് ആ വണ്ടിയിലോട്ട് ലോഗിൻ ചെയ്യുന്ന കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് തന്നെയാണ്. നോ മാറ്റർ വാട്ട്. ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവർ പേരൻസ് ഹാവ് ഓൾവേസ് ബീൻ വിത്ത് അസ് നോ മാറ്റർ വാട്ട്. ഇന്ന് ഈ ഒരു ഡ്രീം ഫുൾഫിൽ ആയതിൻ്റെയും പുറകിൽ പപ്പയും മമ്മിയും തന്നെയായിരുന്നു. ഇറ്റ് ഇസ് ദെയർ എഫേർട്സ് ആൻഡ് ഹാർഡ് വർക്ക് ആൻഡ് സാക്രിഫൈസസ് ദാറ്റ് ഹെൽപ്ഡ് us കം ഹിയർ ടുഡേ. ലൈഫിൽ വരുന്ന ഓരോ മൈൽ സ്റ്റോൺസും ഓരോ സക്സസ്സും അതെത്ര കുഞ്ഞാണേലും വലുതാണേലും അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അല്ലെങ്കിൽ അത് വളരെ ഒരു എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണെന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം ബിഹൈൻഡ് എവറി ലിറ്റിൽ സക്സസ് ആൻഡ് എവറി ലിറ്റിൽ മൈൽ സ്റ്റോൺ ദാറ്റ് വി പാസ് നമ്മുടെ വളരെയധികം ഹാർഡ് വർക്ക്, വളരെയധികം ഡേയ്സിൻ്റെ എന്താ പറയുക എക്സ്ട്രാ എഫേർട്സ്, സാക്രിഫൈസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞി മൈൽ സ്റ്റോൺ, എൻ്റെ ഒരു സ്റ്റോറിയായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഡെലിവറി ഒക്കെ ഇട്ടു. സുബി അവിടുന്ന് സ്ട്രെയിറ്റ് ഓഫീസിലോട്ട് പോകുമായിരുന്നു. സോ നമുക്ക് അന്ന് ബ്ലെസ്സിങ്ങിന് അന്നേരം ഡയറക്റ്റ്ലി കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്താണേലും സുബി അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഓഫീസിലോട്ട് പോയി. ആൻഡ് വി കെയിം ബാക്ക് ഹോം. ബ്ലെസ്സിങ് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ചെയ്തത്. പരിശുദ്ധമ്മയുടെ കരങ്ങളിലും ഈ വാഹനത്തെയും യാത്ര ചെയ്യാൻ പോകുന്നവരെ സമർപ്പിച്ച് പരിശുദ്ധമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം നമുക്ക് ഉപേക്ഷിക്കാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്താൽ യേശുവിലൂടെ ഈ വാഹനം ഓടിക്കുന്നവർക്കും ഈ വാഹനം സഞ്ചരിക്കുന്നവർക്കും എപ്പോഴും സംരക്ഷണം കർത്താവായി ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.